Hi students, welcome to the new video of English Talks. English Talksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 Nature's Plenty, പ്രകൃതിയുടെ വൈവിധ്യം എന്ന 7ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റ് ആണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Here is a newspaper clipping. Read it carefully. ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണ്. അത് നമ്മളോട് ശ്രദ്ധയോടുകൂടി വായിക്കാനാണ് പറയുന്നത്. എന്താണത്? നാച്ചേഴ്സ് ഡോട്ടർ എന്നാണ് ഹെഡിങ് അല്ലേ, പ്രകൃതിയുടെ മകൾ. ഝാർഖണ്ഡിലാണ് നടന്നത്. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. പ്രകൃതിയോടടുത്ത് ഇടപഴകി ജീവിക്കുക എന്നുള്ളത് പൂർണ്ണമായി ജീവിക്കുക എന്നതാണ്. അതായത് നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുക്കും തോറും നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായി മാറുന്നു. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ ടു ദോസ് ഹൂ ഡെലിബറേറ്റ്ലി വാക്ക് എവേ ഫ്രം നേച്ചർ. മനഃപൂർവ്വം പ്രകൃതിയുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നവർക്ക് സൂര്യമണിയുടെ കഥ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ഹൂ ലവ്സ് ദി ഫോറസ്റ്റ് ആൻഡ് കൺസിഡേഴ്സ് ഇറ്റ് ആസ് ഹെർ ഓൺ. സൂര്യമണി ഒരു ഗോത്ര പരിസ്ഥിതി പ്രവർത്തകയാണ്. അവർ വനത്തെ അധികം ഇഷ്ടപ്പെടുകയും അതിനെ തൻ്റെ സ്വന്തമെന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. ഷീ ലവ്ഡ് ദി ഫോറസ്റ്റ്, ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. അവർ വനത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഫോറസ്റ്റിനെ. അവരറിയുകയും ചെയ്യുന്നു ദാറ്റ് അവർക്ക് അതിനെ സംരക്ഷിക്കാൻ, വനത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് അറിയാം. ഇൻ കോളേജ് ഷീ ബിക്കെയിം പാർട്ട് ഓഫ് ദി സേവ് ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. അവർ കോളേജിൽ സേവ് ദി ഫോറസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഷീ വെൻറ്റ് ഓൺ നേച്ചർ വാക്ക് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. അവരാഴ്ച തോറും കുട്ടികളുമൊത്ത് പ്രകൃതി നടത്തത്തിനൊക്കെ പോവാറുണ്ട്. അങ്ങനെ അവർ എക്സ്പ്ലെയിനിങ് ദാറ്റ്, അവർക്ക് വിവരിച്ചു കൊടുക്കും, കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കും ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് സർവൈവൽ ഓഫ് ദി ഫോറസ്റ്റ്. നമ്മുടെ നിലനിൽപ്പ് വനങ്ങളുടെയൊക്കെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ബന്ധപ്പെടുത്തിയിട്ടാണ് നിലകൊള്ളുന്നതെന്ന്. സർവൈവൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയാണ്. ഹിയർ ഈസ് എ ബോയ് ഹു സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രീഷിയേറ്റ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇവിടെ നമ്മളോട് പറയുന്നത് ഒരു കുട്ടിയുടെ കഥയാണ്. അവൻ പ്രകൃതിയുടെ ഭംഗി അറിയുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. വേർ ഡസ് ഹി ഗോ, വാട്ട് ഡസ് ഹി സീ ദർ, ഹൗ ഡസ് ഹി ഫീൽ. എവിടേക്കാണ് അവൻ പോകുന്നത്, എന്തൊക്കെയാണ് അവൻ കാണുന്നത്, എന്തൊക്കെയാണ് അവൻ അനുഭവിക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്കതൊന്ന് കണ്ടെത്താം. എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ഹൗ ഫാർ ഈസ് ദി റിവർ. റിവറിലേക്ക് എത്രയാണ് ദൂരം. നോക്കൂ. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. അപ്പോൾ കുട്ടിക്കും ആ നദിക്കുമിടയിൽ, ഒരു നദിയെക്കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. ബിറ്റ്വീൻ ദി ബോയ് ആൻഡ് ദി റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. കുട്ടിക്കും നദിക്കുമിടയിൽ ഒരു വലിയ മൗണ്ടെയിൻ ഉണ്ടായിരുന്നു, പർവ്വതം ഉണ്ടായിരുന്നു. ദി ബോയ് വാസ് യങ് ആൻഡ് ദി റിവർ വാസ് സ്മാൾ, but the mountain was big. The boy was young. ആ കുട്ടി വളരെ ചെറുപ്പമായിരുന്നു. The river was small. നദി ചെറുതായിരുന്നു. But the mountain was big. പക്ഷേ അതിനിടയിലുണ്ടായിരുന്ന ആ പർവ്വതം വളരെ വലുതായിരുന്നു. The thickly forested mountain hid the river, but the boy knew it was there. ഇടതിങ്ങിയ വനങ്ങളുള്ള ആ പർവ്വതം, the thickly forested mountain hid the river, ആ നദിയെ മറച്ചു. ബട്ട് ദി ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. പക്ഷേ ഈ ബാലനറിയാം, കുട്ടിക്കറിയാം, ആ റിവർ അവിടെ ഉണ്ട് എന്ന് അറിയാം. ഹി ഹാഡ് നെവർ സീൻ ദി റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്, ബട്ട് ഫ്രം ദി വില്ലേജേഴ്സ് ഹി ഹാഡ് ഹിയർഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അവൻ ആ നദി ഒരിക്കലും അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. ഹി ഹാഡ് നെവർ സീൻ, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ബട്ട് ഫ്രം ദി വില്ലേജേഴ്സ് ഹി ഹാഡ് ഹിയർഡ് ഓഫ് ഇറ്റ്. പക്ഷേ അതിനെക്കുറിച്ച് അവൻ അവിടുത്തെ ഗ്രാമീണരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഓഫ് ദി ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ്, അതിലുള്ള മത്സ്യത്തെക്കുറിച്ച്. ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്, അതിലുള്ള പാറകളെക്കുറിച്ചൊക്കെ. ഹി വിഷ്ഡ് ടു ടച്ച് ദി വാട്ടർ,
അവന് ആ വെള്ളം തൊടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, അങ്ങനെ ആ നദിയെക്കുറിച്ച് തനിക്ക് പ്രത്യേകമായി അറിയാൻ. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. നോക്കൂ, he stood in front of his house. അവൻ അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നു. ഓൺ ദി ഹിൽ, അതൊരു കുന്നിൻ ചെരുവിലാണ്. ഓപ്പോസിറ്റ് ദി മൗണ്ടെയിൻ, ആ പർവ്വതത്തിന് നേരെ വിപരീതമായുള്ള ഒരു കുന്നിൻ ചെരുവിലാണ് അവൻ്റെ വീട്. അവൻ അവിടെ നിന്നു. ആൻഡ് ഗെയ്സ്ഡ് അക്രോസ് ദി വാലി, എന്നിട്ട് അവൻ ആ താഴ്വരയിലേക്ക് തുറിച്ചു നോക്കി. ഡ്രീമിങ് ഓഫ് ദി റിവർ, ആ നദി സ്വപ്നം കണ്ടുകൊണ്ട്. ഹി വാസ് അബൌട്ട് 12 years old. അവൻ ഏകദേശം 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എ സ്റ്റേർഡി ബോയ്, കരുത്തനായ കുട്ടിയാണ്. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, വൃത്തിയില്ലാത്ത പാറിപ്പറന്ന കറുത്ത മുടിയുള്ള തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയാണ് അവൻ്റെ പ്രകൃതം. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മുഖഭാവമാണ്, മുഖഛായ. അപ്പോൾ അവന് വളരെ സുന്ദരമായ മുഖഛായ, ഫൈൻ ഫീച്ചേഴ്സ് ആയിരുന്നു. ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, അതുപോലെ നല്ല തെളിഞ്ഞ എന്താ പറയുക, തവിട്ട് നിറം അല്ലേ, ബ്രൗൺ നിറത്തിലായിരുന്നു അവൻ. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷെ അവൻ്റെ കാലുകളും കൈകളും എല്ലാം റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്, പരിക്കനാണ്, അതുപോലെ പോറൽ പറ്റിയതുമാണ്. ഹി വാസ് ബെയർ ഫൂട്ടഡ്, അവൻ നഗ്നപാതനായിരുന്നു, കാലിൽ ചെരുപ്പൊന്നുമില്ല. നോട്ട് ബിക്കോസ് ഹീ കുഡിൻ അഫോർഡ് ഷൂസ്, അത് പക്ഷേ അവന് ഷൂ വാങ്ങാനുള്ള പൈസ ഇല്ലായിട്ടൊന്നുമല്ല. ബട്ട് ബിക്കോസ് ഹീ ലാക്ക്ഡ് ദി ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്, അത് പക്ഷേ അവന് ഈ കല്ലിൻ്റെ ഇളം ചൂടും അതുപോലെ പുല്ലിൻ്റെ തണുപ്പും ഒക്കെ ഇഷ്ടമായതുകൊണ്ടായിരുന്നു. ഇറ്റ് വാസ് 11 o'clock and he knew his parents would not return home till evening. അങ്ങനെ ഏകദേശം 11 മണിയായിട്ടുണ്ട്. He knew his parents wouldn't return home till evening. വൈകുന്നേരം വരെ അവൻ്റെ അച്ഛനും അമ്മയൊന്നും തിരിച്ചു വരില്ലെന്ന് അവനറിയാം. There was a loaf of bread he could take with him. ഒരു കഷ്ണം ബ്രെഡാണ് അവിടെ ഉള്ളത്, അവന് അവൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഓൺ ദി വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്, അങ്ങനെ പോകുന്ന വഴിയിൽ അവന് ചില പഴങ്ങളൊക്കെ കിട്ടും. വാസ് ദി ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഇവിടെയായിരുന്നു അവൻ കാത്തിരുന്ന അവസരം അവന് ലഭിച്ചത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരം. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദി എൻറ്റയർ ഡേ. ഈ ദിവസം മുഴുവൻ, എൻറ്റയർ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ, അവൻ്റെ അച്ഛനും അമ്മയും റിലേറ്റീവ്സിനെ, ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ, അവനെ വിട്ടിട്ട് പോയതാണ് അവർ. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, ബിഫോർ ദേ റിട്ടേൺ ദേ വുഡിൻ നോ വേർ ഹി ഹാഡ് ബീൻ. അപ്പോൾ അവന് ഇരുട്ടുന്നതിന് മുൻപ് തിരിച്ചു വന്നാൽ, അവർ മടങ്ങി വരുന്നതിന് മുൻപ് അവൻ തിരിച്ചു വന്നാൽ അവൻ എവിടെയായിരുന്നു എന്ന് അവൻ്റെ രക്ഷിതാക്കൾക്ക് അറിയില്ല. ഹി വെൻറ്റ് ഇൻ ടു ദി ഹൗസ് ആൻഡ് റാപ്ഡ് ദി ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. ദെൻ ഹി ക്ലോസ്ഡ് ആൾ ദി ഡോർസ് ആൻഡ് വിൻഡോസ്. അങ്ങനെ അവൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. ആൻഡ് റാപ്ഡ് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു. ദി ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ, ആ ഭക്ഷണം, ആ റൊട്ടി അവന് പൊതിഞ്ഞു. അങ്ങനെ അവന് ജനലും വാതിലുമൊക്കെ അടച്ചു. ദി പാത്ത് ടു ദി റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദി വാലി, then rose and went round the big mountain. The path to the river, path എന്ന് പറഞ്ഞാൽ വഴിയാണ്. അപ്പോൾ റിവറിലേക്കുള്ള വഴി ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദി വാലി, ആ താഴ്വാരത്തിലൂടെ കുത്തനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഭാഗം then rose, ഉയർന്നു നിൽക്കുന്നു. and went round the big mountain, എന്നിട്ട് ആ മൗണ്ടന് ചുറ്റുമായി വലം വെക്കുന്നു. It was frequently used by the villagers, the wood cutters, milkmen and mule drivers. അത് സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അവിടുത്തെ ഗ്രാമീണരും അതുപോലെ വുഡ് കട്ടേഴ്സ്, മിൽക്ക്മെൻ, മ്യൂൾ ഡ്രൈവേഴ്സ്. മ്യൂൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കുതിര വണ്ടിക്കാരൊക്കെയാണ്. ബട്ട് ദർ വേർ നോ വില്ലേജസ് ബിയോണ്ട് ദി മൗണ്ടെയിൻ. ആ മൗണ്ടെയിനപ്പുറത്ത് പക്ഷേ ഗ്രാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓർ നിയർ ദി റിവർ, അതുപോലെ ആ നദിയുടെ അടുത്തും ഒരു വില്ലേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഗ്രാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദി ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദി റിവർ. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഈ ബോയ് ഒരു വുഡ് കട്ടറെ, ഒരു മരം വെട്ടുകാരനെ കാണണം. അങ്ങനെ അയാളോട് ചോദിച്ചു റിവറിലേക്ക് എത്ര ദൂരമുണ്ടെന്ന്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്
and muscles that stood out in hard, ugly lumps. ഇനി ഈ വുഡ് കട്ടറെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത് നോക്കാം. ദി വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. ഈ വുഡ് കട്ടർ മരം വെട്ടുകാരൻ ചെറിയ മനുഷ്യനായിരുന്നു, പക്ഷേ അയാൾ വളരെ ശക്തനായിരുന്നു. പവർഫുൾ മാൻ വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. അദ്ദേഹത്തിൻ്റെ മുഖം ക്രീസ്ഡ് ആണ്. ക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ ചുക്കിച്ചുളിഞ്ഞ മുഖമാണ്. ആൻഡ് വെതേർഡ് ഫേസ്, വെതേർഡ് എന്ന് പറഞ്ഞാൽ കരുവാളിച്ച മുഖമുള്ള ആളാണ് അദ്ദേഹം. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംപ്സ്. അദ്ദേഹത്തിൻ്റെ മസിൽസൊക്കെ ഇങ്ങനെ വലിയ മുഴകളായിട്ട്, വലിയ ഭീമാകാരമായ മുഴകളായി പുറത്തേക്ക് ഉന്തി നിൽക്കുന്നുണ്ട്. 7 miles, he said, which was fairly accurate. Why do you want to know? 7 മൈൽ ദൂരമാണുള്ളത്, അയാൾ പറഞ്ഞു. വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്, അത് ഏകദേശം കൃത്യമാണ്. അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം. വൈ ഡു യു വാണ്ട് ടു നോ, അതെന്തിനാണ് നിനക്ക് അറിയുന്നത്? അപ്പോൾ ബോയ് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ദി റിവർ, ഞാൻ റിവറിലേക്ക് പോവാണ്. എലോൺ, ഒറ്റക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓഫ് കോഴ്സ്, തീർച്ചയായും. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, ഇറ്റ് വിൽ ടേക്ക് യു 3 hours to reach there and then you have to come back. It will be getting dark. Besides, it is not an easy road. അപ്പോൾ അദ്ദേഹം പറയാണ്, അത് വളരെ ദൂരത്താണല്ലോ. ഇറ്റ് ഈസ് ടു ഫാർ, വളരെ ദൂരത്താണെന്നാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours to reach there. അവിടെ എത്താൻ ഏകദേശം 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്, നിനക്ക് തിരിച്ചു പോരേണ്ടി വരും. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, അവിടെ ഇരുട്ട് പരക്കും. ബിസൈഡ്സ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി റോഡ്, കൂടാതെ അതൊരു നല്ല എളുപ്പമുള്ള വഴിയല്ല. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, അപ്പോൾ കുട്ടി പറയാണ്, ഞാനൊരു നല്ല വാക്കറാണ്. സെഡ് ദി ബോയ്, ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ എ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. ആകെപ്പാട് അവൻ നടന്നിട്ടുള്ളത് 1 മൈലാണ്, 1 മൈൽ ദൂരമാണ് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ സ്കൂളിലേക്ക് നടക്കാറുള്ളത്. പക്ഷേ എങ്കിലും അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഐ ആം എ ഗുഡ് വാക്കർ. ദി പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദി ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദി ടൈം. ആ വഴി കുത്തനെയുള്ള വഴിയായിരുന്നു. ആൻഡ് ദി ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദി ടൈം. കുട്ടിക്ക് കുറേ സമയം ഓടേണ്ടി വന്നു. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത് ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്. ദി പാത്ത് വാസ് ഡിസി എന്ന് പറഞ്ഞാൽ തലകറക്കം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ വൈൻഡിങ്, ക്ഷീണമുണ്ടാക്കുന്ന, തലകറക്കുന്ന, ദുർഘടം പിടിച്ച ഒരു വഴിയായിരുന്നു അത്. ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്, 1-2 വട്ടം അവൻ തെന്നി വീണു. ദി ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, ദി ട്രീസ് വേർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, and a great wild dahlia suddenly reared its golden head from the leaves and ferns. അപ്പോൾ the hill was covered with lush green ferns. ആ കുന്നിൽ മുഴുവൻ കുന്ന് മൂടപ്പെട്ടിരുന്നു ചിത്രപ്പുല്ലുകൾ കൊണ്ട്. ഫേൺസ് എന്ന് പറഞ്ഞാൽ ചിത്രപ്പുല്ലാണ്. അപ്പോൾ സമൃദ്ധമായി വളരുന്ന, ലഷ് എന്ന് പറഞ്ഞതാണ്, ലഷ് ഗ്രീൻ ഫേൺസ്, സമൃദ്ധമായി വളരുന്ന പച്ചപ്പുല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു ആ കുന്നുകൾ. ദ ട്രീസ് വേർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, മരങ്ങൾ മുഴുവൻ ചുറ്റപ്പെട്ടിരുന്നു. വൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെടുക. ഇൻ ക്രീപ്പേഴ്സ്, വള്ളിച്ചെടികളാണ്. അപ്പോൾ വള്ളിച്ചെടികൾ ആണ് മരങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദി ലീവ്സ് ആൻഡ് ഫേൺസ്. അങ്ങനെ ഒരു വലിയ ഡാലിയ, സൂര്യകാന്തി ചെടി, സഡൻലി, പെട്ടെന്ന്, റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ്, അതിൻ്റെ തല ഉയർത്തി നിന്നു. ദി ലീവ്സ് ആൻഡ് ഫേൺസ്, ഇലകളുടെയും പുല്ലുകളുടെയും ഇടയിൽ നിന്നു. അപ്പോൾ ഒരു സൂര്യകാന്തി ചെടി എടുപ്പോടുകൂടി അതിൻ്റെ ഗോൾഡൻ ഹെഡ് ഉയർത്തിപ്പിടിച്ചു നിന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്.